Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Workaby. ഞാൻ ആഷിഖ് ജോയ്. As usual, let us begin with a prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum da nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപാണ് UK-യുടെ പ്രൈം മിനിസ്റ്റർ ഒരു പ്രഖ്യാപനം പ്രഖ്യാപിച്ചത്. UK-യിൽ ഇനി മുതൽ ജോലി ചെയ്യാൻ ഡിജിറ്റൽ ID കൂടിയേ തീരൂ എന്ന്. ഈ പാർലമെൻറ്റ് അവസാനിക്കുന്നതിന് മുൻപ് ഈ ഡിജിറ്റൽ ID പ്രാവർത്തികമാക്കുമെന്ന് UK-യുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുകയാണ്. Let me spell that out. You will not be able to work in the United Kingdom if you do not have digital ID. It's as simple as that. ഈ വർഷം തന്നെ ഏകദേശം 5-6 രാജ്യങ്ങളിൽ ഡിജിറ്റൽ ID കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇന്ത്യക്കാർ 2010 തന്നെ ഇതെടുത്തു കഴിഞ്ഞതാണ്. അതാണ് നമ്മുടെ ആധാർ. അപ്പോൾ ഈ ഡിജിറ്റൽ IDക്കെതിരെ UK-യിൽ വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് യൂറോപ്യൻ യൂണിയൻ മുഴുവനും ഇത് പ്രാവർത്തികമാക്കുമെന്നും പറയപ്പെടുന്നു. എന്നിരുന്നാലും UK-യുടെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇപ്രകാരമാണ്. മാൻഡറ്ററി ഫോർ റൈറ്റ് ടു വർക്ക്. UK-യിൽ ഇനി മുതൽ ജോലി ചെയ്യണമെങ്കിൽ ഈ ഡിജിറ്റൽ ID എടുക്കാതെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം, അവിടെയുള്ള പൗരന്മാർക്കും അവിടെ താമസമാക്കിയവർക്കും ഇത് സൗജന്യമായിട്ടായിരിക്കും നൽകുക. മൂന്നാമത്തേത്, ഇതിന് സ്മാർട്ട് ഫോണിൻ്റെ ആവശ്യമേ ഇല്ല. ഫോണില്ല എന്ന് കരുതി ഇതാരും എടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല എന്നും ഗവൺമെൻറ് പറയുന്നു. നാലാമത്തെ കാര്യം, ഇത് എപ്പോഴും കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. ഇതൊരു ഡിജിറ്റൽ വാലറ്റ് ആയതുകൊണ്ട് തന്നെ ഇതെപ്പോഴും കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല എന്നും പറയുന്നു. അഞ്ചാമത്തേത്, നമ്മുടെ ചില പേഴ്സണൽ ഡാറ്റകൾ ഇതിലുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ആധാറിൽ നമ്മുടെ ഇൻഫർമേഷൻസ്, ബയോമെട്രിക് ഇൻഫർമേഷൻസ് ആണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ഫേസ്, നമ്മുടെ ഫിംഗർ പ്രിൻ്റ്. അതുപോലെയാണ് ഇവിടെയും ഈ ഡാറ്റയാണ് ഇവർ കളക്ട് ചെയ്യാൻ പോകുന്നത്. ആറാമതായിട്ട് ഒരു പറഞ്ഞ കാര്യം, 2029 തീരുന്നതിന് മുൻപ് ഈ ഡിജിറ്റൽ ID പ്രാവർത്തികമാക്കും എന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് ഈ ഡിജിറ്റൽ ID ലോകരാജ്യങ്ങൾ സ്വീകരിക്കാൻ പ്രഷർ ചെലുത്തുന്നത് ആരാണ് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. WEF ആണ്, വേൾഡ് എക്കണോമിക് ഫോറം. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ വലിയൊരു അജണ്ടയുടെ ഭാഗമാണ് ഈ ഡിജിറ്റൽ ID ലോകം മുഴുവനുമുള്ള രാജ്യങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ആരാണ് കൂടുതൽ ഫണ്ടിങ് ചെയ്യുന്നതും ഇതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡറായിട്ട് പ്രവർത്തിക്കുന്നതും ആരാണെന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല, എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ആ വ്യക്തി തന്നെ. ആരാണ്? ബിൽ ഗേറ്റ്സ്. അപ്പോൾ ലോക ജനസംഖ്യ കുറയ്ക്കണം എന്ന് നിരന്തരം പറയുന്ന ഇദ്ദേഹം തന്നെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കുത്തിവെപ്പ് ഇറക്കണം എന്ന് പറയുന്നതിലും ഒരു കോൺട്രഡിക്ഷൻ നമ്മൾ കാണുന്നില്ലേ? അപ്പോൾ ബിൽ ഗേറ്റ്സ് ആണ് ഇതിന് ഏറ്റവും അധികം ഫണ്ടിങ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ WEFൻ്റെ ഫൗണ്ടറായിട്ടുള്ള ക്ലോസ് ഷ്വാബ്, പുള്ളി 88-ാമത്തെ വയസ്സിൽ ഈ കഴിഞ്ഞ വർഷമാണ് പുള്ളി റിസൈൻ ചെയ്തത്. 88-ാമത്തെ വയസ്സിൽ. ഈ WEFൻ്റെ ഫൗണ്ടറായിട്ടുള്ള ക്ലോസ് ഷ്വാബ് 2016 അദ്ദേഹവുമായിട്ട് നടത്തിയൊരു ഇൻ്റർവ്യൂവിൽ ഇദ്ദേഹം ഇദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. ഇൻ്റർവ്യൂവർ ഇങ്ങനെയാണ് ചോദിച്ചത്: വി ആർ ടോക്കിംഗ് അബൌട്ട് ചിപ്സ് ദാറ്റ് ക്യാൻ ബി ഇംപ്ലാന്റഡ്, വെൻ വിൽ ദാറ്റ് ബി? സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബോഡിയിൽ ഘടിപ്പിക്കാൻ പറ്റുന്ന ചിപ്പുകളെ പറ്റിയാണ്. അത് എന്നായിരിക്കും അത് നടക്കുക എന്ന് ഷ്വാബ് പറഞ്ഞ പ്രകാരമാണ്: certainly in the next 10 years and at first we will implant them in our clothes. അടുത്ത 10 വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും നടപ്പിലാവും. ആദ്യം നമ്മൾ വസ്ത്രത്തിൽ ഇത് ഇംപ്ലാന്റ് ചെയ്യും. and then we could imagine that we will implant them in our brains or in our skins. നമ്മുടെ തലച്ചോറിലോ നമ്മുടെ സ്കിന്നിലോ പിന്നീട് ഇത് ഘടിപ്പിക്കാവുന്ന കാര്യം നമുക്ക് ചിന്തിക്കാവുന്നതാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ 2016 ഇദ്ദേഹം പറഞ്ഞു 10 വർഷത്തിനുള്ളിൽ വരും, 2026 വരെയാണ്.
നമുക്കറിയത്തില്ല ഇത് എപ്പോഴാണ് ഇവർ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ചോദ്യം ഇതാണ്, ഇത് എവിടത്തോട്ടേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഡിജിറ്റൽ ID ലോകരാജ്യങ്ങൾ എല്ലാവരും സ്വീകരിച്ച് വരുമ്പോൾ ഇത് എവിടേക്കാണ് നീങ്ങുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് നീങ്ങുന്നത് എതിർ ക്രിസ്തുവിൻ്റെ 666 RFID ചിപ്പിലേക്കാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇങ്ങനൊരു ഡിജിറ്റൽ ID കൊണ്ടുവന്നു കഴിഞ്ഞ് ഇനി നിങ്ങൾ ഭക്ഷണം വാങ്ങിക്കാനും നിങ്ങൾക്ക് ജോലി ചെയ്യാനും എല്ലാത്തിനും ഇത് വേണം എന്ന് ഒരു ഗവൺമെൻറ് നിർബന്ധം പിടിക്കുമ്പോൾ അതിലെന്തോ ഒരു അസ്വാഭാവികത ഇല്ലേ? അല്ലെങ്കിൽ ഡിജിറ്റൽ ID ഇങ്ങനെ വരുന്നു, ആവശ്യമുള്ളവർ മാത്രം എടുത്താൽ മതി, ഒരു നിർബന്ധവും ഇല്ല, ജസ്റ്റ് നിങ്ങളൊരു സിറ്റിസൺ ആണെന്ന് കാണിക്കേണ്ട പ്രൂഫ് ആണെന്ന് മാത്രം ഗവൺമെൻറ് പറയുകയാണെങ്കിൽ നോ പ്രോബ്ലം. പക്ഷേ ഇതെടുത്താലേ ഇനി ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഗവൺമെൻറ് നാളെ ഇതെടുത്താലേ നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയും. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവസ്ഥ എന്താണ്? റേഷൻ കടയിൽ പോകുമ്പോൾ റേഷൻ വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് യൂസ് ചെയ്യണം. എൻ്റെ കുടുംബത്തിലെ അല്ലാത്ത ഒരു വ്യക്തി പോയി കഴിഞ്ഞാൽ റേഷൻ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ബയോമെട്രിക് ഡാറ്റകളൊക്കെ ഗവൺമെൻറ്റിന് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ത്യക്കാരും പേടിക്കേണ്ട, നമ്മൾ നേരത്തെ കൊടുത്തു കഴിഞ്ഞ സാധനങ്ങളാണ്. അപ്പം ഇത് നാളെ ഇതേ ഗവൺമെൻറ് നാളെ വന്ന് പറയുകയാണ്, ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഇവരുടെ ന്യായീകരണം എന്താണ്? ഇല്ലീഗൽ മൈഗ്രേഷൻ തടയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഡിജിറ്റൽ ID ഇറക്കണത് എന്നാണ്. നാളെ ഇവർ പറയുകയാണ് ഈ ഡിജിറ്റൽ IDയുടെയും ഫേക്ക് ഇറങ്ങുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ആരാണ് ശരിക്കുള്ള അഭയാർത്ഥികൾ, ആരാണ് ഇല്ലീഗലായിട്ട് വന്നിട്ടുള്ളത്, ഞങ്ങൾക്ക് അറിയത്തില്ല. സോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ ഈ ഡിജിറ്റൽ ID എല്ലാം, അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന പാൻ കാർഡ്, നിങ്ങളുടെ ടാക്സിൻ്റെ ഇൻഫർമേഷൻസ്, നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങൾ കുത്തിവെപ്പെടുത്ത ഡീറ്റെയിൽസ്, നിങ്ങളുടെ മൊത്തം കാര്യങ്ങൾ അടങ്ങിയിട്ട് ഞങ്ങൾ ഒരു സിസ്റ്റം ആക്കാൻ പോവുകയാണ്. അത് കാർഡല്ല, അത് നിങ്ങളുടെ ശരീരത്തിൽ ഘടിപ്പിക്കുന്ന ഒരു ഇലക്ട്രോണിക് ചിപ്പാണ്. അത് നിങ്ങൾ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സിറ്റിസൺ എന്ന രീതിയിൽ ഒരു ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല എന്ന് നാളെ ഇതേ ഗവൺമെൻറ് ഒരു പാതിരാത്രി വന്ന് പ്രസംഗിച്ചാൽ എന്ത് ചെയ്യും? അവിടെയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് തന്നെയാണ് ക്ലാസ് ഷ്വാബ് പറഞ്ഞത്, ഒന്നെങ്കിൽ ബ്രെയിനിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ. അത് തന്നെയാണ് വെളിപാട് പുസ്തകം 13-ാം അധ്യായം പറയുന്നത്. 13, 16, 17, 18 പറയേണ്ടത് ഇപ്രകാരമാണ്: നെറ്റിയിലോ വലത് കൈയിലോ മുദ്ര കുത്തണമെന്ന് അത് നിർബന്ധിച്ചു. ആര്? എതിർ ക്രിസ്തു നിർബന്ധിച്ചു എന്ന്. അപ്പം ഞാൻ ഓൾറെഡി നിങ്ങളോട് പരിചയപ്പെടുത്തി തന്നതാണ് പരിശുദ്ധമ്മയുടെ അനുദിന സന്ദേശങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകം. ജോർജി ഷോബി എന്ന് പറയുന്ന ബാലന് മാതാവ് നൽകിയ സന്ദേശങ്ങൾ അടങ്ങിയ പുസ്തകം. അപ്പം ഈ സന്ദേശത്തിൽ വളരെ വ്യക്തമായിട്ട് മാതാവ് പറയുന്നുണ്ട്, എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര എല്ലാവരും സ്വീകരിച്ചു കഴിഞ്ഞാൽ എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടും എന്ന്. അപ്പോൾ ഒരിക്കലും ആൻറ്റിക്രൈസ്റ്റിൻ്റെ മാർക്ക് ഓഫ് ദി ബീസ്റ്റ് വരാൻ പോകുന്നത് ഇതാ, ആൻറ്റിക്രൈസ്റ്റിൻ്റെ മാർക്ക് ഓഫ് ബീസ്റ്റ് ഇതാ, എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര ഇതാ എന്ന് പറഞ്ഞിട്ടായിരിക്കത്തില്ല. ഇതുപോലെ നല്ല രീതിയിലായിരിക്കും മുന്നോട്ട് വരിക. അതായത് ഈ ചിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി ഇത്ര ഒരു എമൗണ്ട് ഗവൺമെൻറ് നിങ്ങളുടെ അക്കൗണ്ട് ഇട്ട് തരും, അല്ലെങ്കിൽ ഫ്രീ 5G അല്ലെങ്കിൽ 6G 7G വൈഫൈ ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും എന്നൊക്കെ ആനുകൂല്യങ്ങൾ പറഞ്ഞാൽ നല്ല രീതിയിലായിരിക്കും ഇത് വരിക. കുത്തിവയ്പ്പിൻ്റെ കാര്യം മാത്രം ഓർത്താൽ മതി. അവരൊരു പകർച്ചവ്യാധി ഉണ്ടാക്കി പേടിപ്പെടുത്തി മലയാളികൾ അടിയായിരുന്നു, ക്യൂ നിൽക്കുമായിരുന്നില്ല നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എന്താ ഇത് കിട്ടാനുണ്ടോ? അവർ തന്നെ ഇത് പിൻവലിച്ചു. അപ്പോൾ ഈ പറയുന്ന സന്ദേശത്തിൽ മാതാവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇത് വരുന്നുണ്ട്. അവർ ലേഡി ഓഫ് പൈൻ എന്ന് പറയുന്ന ഇറ്റലിയിലാണെന്ന് തോന്നുന്നു, അവിടെ ഒരു ജോസഫ് ഔറീക്ക എന്ന പേരുള്ള ഒരു 90 വയസ്സുള്ള ഒരു വ്യക്തിക്ക് മാതാവ് നൽകിയ സന്ദേശത്തിൽ പറയുന്നത്, ഈ ചിപ്പ് നിങ്ങളുടെ ബാങ്കിങ് സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, ഇത് എടുക്കരുത് എന്ന് മാതാവ് പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഏത് രാജ്യമാണ് സേഫ്? ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്നതാണ് ഏത് രാജ്യമായിരിക്കും സേഫ്. അപ്പോൾ ഒരു മലയാളിയെ സംബന്ധിച്ച് അവൻ്റെ നാടായിരിക്കും സേഫ്, ഒരു കാനഡിയനെ സംബന്ധിച്ച് കാനഡ ആയിരിക്കും സേഫ്, ഒരു ഐറിഷുകാരനെ സംബന്ധിച്ച് അയർലൻഡ് ആയിരിക്കും സേഫ്. അത് നമ്മൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്, നമുക്ക് തോന്നുന്നതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം സേഫാണ് എന്നുള്ളത്. എന്നാൽ ഒരു മലയാളി എന്ന രീതി ഞാൻ പറയട്ടെ, ഈ സന്ദേശത്തിൽ മാതാവ് പറഞ്ഞിരിക്കുന്നത് എതിർ ക്രിസ്തുവിൻ്റെ സ്വാധീനം കേരളത്തിൽ ഉണ്ടാകും, കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്താൽ മതി. ഇന്ന് ഏറ്റവും അധികം അമീബിക് മസ്തിഷ്ക ജ്വരം ഉള്ളത് ലോകത്ത് തന്നെ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിലാണ്. ലോകത്ത് എത്രയോ സ്ഥലങ്ങളിൽ പോൺസും ലേക്സും തടാകങ്ങളെല്ലാം ഉണ്ട്, അവിടെയൊന്നും ഇല്ലാത്ത അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തിൽ.
എന്ത് പകർച്ചവ്യാധിയും ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമ്മുടെ കേരളത്തിലാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം, ഇത് അറിയാതെ സംഭവിക്കുന്നതാണോ ആരെങ്കിലും അറിഞ്ഞിട്ടാണോ എന്നുള്ളതൊക്കെ വഴിയെ തെളിയേണ്ട കാര്യങ്ങളാണ്. എന്നിരുന്നാലും എല്ലാം കേരളത്തിലാണ് തുടങ്ങുന്നത്. അപ്പോൾ മാധവ് പറഞ്ഞിരിക്കുകയാണ്, എതിർ ക്രിസ്തുവിൻ്റെ സ്വാധീനം കേരളത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയാണ്, നമ്മൾ എവിടെയായിരുന്നാലും നമ്മളെല്ലാം പീഡിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ കാര്യം റെസിസ്റ്റ് ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങളെ നമ്മൾ റെസിസ്റ്റ് ചെയ്യുക. നമ്മുടെ ഭരണഘടന റൈറ്റ്സ് നമ്മൾ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കേണ്ട കാര്യങ്ങൾ നോക്കുക. എന്തൊക്കെയാണ് നമ്മൾ ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി, വെള്ളം, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ഇതൊക്കെ നമ്മൾ ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഒരു ഐറിഷ് അല്ല, ആമിഷ് ആണെന്ന് തോന്നുന്നു, ആമിഷ് ജനതകളുണ്ട് ഈ അമേരിക്കയിൽ. അവരിപ്പോഴും 1800-കളിൽ ജീവിക്കുന്ന ആ ലൈഫ് സ്റ്റൈലായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അവരാരും ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അവർ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നു, അവർക്ക് സ്വന്തമായ വസ്ത്ര രീതിയുണ്ട്, അവരങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് രീതിയാണ് നമുക്കുള്ളത്. ഈ ഒരു കാര്യത്തെ നമുക്ക് ഫിസിക്കലി നമുക്ക് എതിർക്കാൻ പറ്റുന്നൊരു കാര്യം. മറ്റൊന്ന് നമ്മൾ പ്രിപ്പയർ ആവേണ്ടത് സ്പിരിച്വലിയും ഫിസിക്കലി ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ എങ്ങനെയാണ് ഭൗതികമായിട്ട് പ്രിപ്പയർ ആവേണ്ടത് എന്നുള്ളത്. സ്പിരിച്വലി നമ്മൾ പ്രിപ്പയർ ആവേണ്ടത് കൂദാശകൾ സ്വീകരിച്ചിട്ടാണ്. എതിർക്രിസ്തു ഈ ആളുകൾ എതിർക്രിസ്തുവിൻ്റെ മുദ്രയെല്ലാം സ്വീകരിച്ച് കഴിഞ്ഞാലായിരിക്കും അവൻ പ്രത്യക്ഷപ്പെടുക. അപ്പോൾ ആദ്യം ഇവൻ വരാൻ പോകുന്നത് അക്കോർഡിംഗ് ടു മൊത്തത്തിലുള്ള കാത്തലിക് പ്രൊഫസറുകൾ വെച്ചിട്ട് ആദ്യം ഇവൻ വരാൻ പോകുന്നത് ജെറുസലേമിലായിരിക്കും. അതായത് ഈശോ ചെയ്തതുപോലെ തന്നെ, അതിന് നേരെ ഓപ്പോസിറ്റ് ആണെന്നേ ഉള്ളൂ. ഈശോയുടെ പാതയിലൂടെ തന്നെയാണ് അവൻ വരിക, പക്ഷെ നേരെ ഓപ്പോസിറ്റ്, തിന്മ വിതറിക്കൊണ്ടായിരിക്കും. ഇപ്പോൾ ജെറുസലേമിലായിരിക്കും അവൻ്റെ ഉദയം. ഇപ്പോൾ ലാസ്റ്റ് ലൈറ്റിൽ മാതാവ് പറഞ്ഞു, അതുപോലെ ഈ സന്ദേശത്തിൽ മാതാവ് പറയുന്നുണ്ട്, സ്ത്രീയുടെ ഏറ്റവും മോശം ഫോമിൽ നിന്നായിരിക്കും അവൻ ഉത്ഭവിക്കുക. അതായത് ഒരു വേശ്യ ഹീബ്രു സ്ത്രീയിൽ നിന്നായിട്ട് ആയിരിക്കും ഇവൻ ജനിക്കുക. കാരണം മാതാവ് ഏറ്റവും പരിശുദ്ധിയായിരുന്നു. പരിശുദ്ധിയായ മാതാവിൽ നിന്നും സാക്ഷാൽ ദൈവപുത്രൻ, പരിശുദ്ധനായ ദൈവം ജനിച്ചതുപോലെ എതിർ ക്രിസ്തു ഏറ്റവും മോശം സ്ത്രീയിൽ നിന്ന്. എനിക്കൊന്ന് ഇതേ കാര്യം കഞ്ചിക്കോട് റാണി ചേച്ചിക്കും മാതാവ് കൊടുത്തിട്ടുണ്ടായിരുന്നു മെസ്സേജ്. അവർ വേശ്യയായിട്ടുള്ളൊരു ഹീബ്രു കനികയിൽ നിന്ന് ജന്മം കൊടുക്കും. ജെറുസലേമിലായിരിക്കും അവൻ്റെ പേര് ലോകം മുഴുവൻ എത്തുക. ഇസ്രായേൽ പലസ്തീൻ സമാധാനം പ്രശ്നം തീർക്കാൻ ഇവൻ ഇടപെടും. ശാശ്വതമായ പ്രശ്നപരിഹാരത്തിന് ഇടപെടും. അതുപോലെ മറ്റ് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ഇവൻ വരുമെന്ന് പറയുന്നു. അപ്പോൾ അനുമാനിക്കുന്നത് 3.5 വർഷം ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ട് മിഡിൽ ഈസ്റ്റിൽ ഇവൻ ഒരു വ്യാജ സമാധാനം കൊണ്ടുവരുമ്പോൾ പിന്നീട് ഇവൻ സഭക്കകത്ത് പ്രവേശിക്കുന്നു 3.5 വർഷത്തേക്ക്. അത് തെസ്സലോനിക്കക്കാർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതുമായ ഇത് സംഭവത്തിനെ എതിർത്തിട്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ അവൻ വരും എന്ന്. അവിടെ അവൻ യേശുക്രിസ്തുവാണെന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ അതിനു മുൻപ് പരിശുദ്ധ കുർബാന അവൻ ഇല്ലാതാക്കും. പരിശുദ്ധ കുർബാന ഇല്ലാതാക്കുമെന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവൻ വന്ന് 1290 ദിവസത്തേക്ക് നിരന്തര ദഹനബലി നിർത്തലാക്കും. 3.5 വർഷത്തേക്ക് നിരന്തര ദഹനബലി നിർത്തലാക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് ഇതാണ് പോയിന്റ്. പരിശുദ്ധ കുർബാന മാത്രമാണ് ഇവനെ തൊടാൻ പറ്റാത്തത്. അപ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തികളെയും ഇവനെ തൊടാൻ പറ്റത്തില്ല, മുദ്ര കുത്താൻ പറ്റത്തില്ല. അതിനാലാണ് പരിശുദ്ധ കുർബാന നിർത്തലാക്കിയിട്ട് ഇവൻ ലോകത്തിലോട്ട് വരുന്നത്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇതെല്ലാം കരുണയുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകത്തിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ ഇങ്ങനെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആളുകൾ ഇവനെ തൊടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്പിരിച്വലി പ്രിപ്പയർ ആവേണ്ടത് പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടാണ്. അപ്പോൾ ചോദ്യം വരും, കുർബാന നിർത്തലാക്കപ്പെട്ടാൽ എങ്ങനെയാണ് കുർബാന സ്വീകരിക്കുക എന്നുള്ളത്. കരുണയുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകത്തിൽ മേഘാലയയിലെ ഷില്ലോങ്ങിൽ ആർച്ച് ബിഷപ്പ് ഇംബ്രമേത്തൂർ നൽകിയ പുസ്തകത്തിൽ പറയുന്നത് പരിശുദ്ധ കുർബാന നിർത്തലാകുമെന്നല്ല, ഒരു 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 ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു വ്യാജ കുർബാന പുസ്തകം ഇറങ്ങുമെന്നാണ് പറയുന്നത്. അത് ചൊല്ലാൻ വൈദികർ നിർബന്ധിക്കപ്പെടും. ആ വ്യാജ കുർബാന പുസ്തകം വെച്ച് ചൊല്ലുന്ന കുർബാനയിൽ അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരവും തിരുരക്തമായിട്ട് മാറത്തില്ല എന്നാണ് കരുണയുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകത്തിൽ സ്വർഗം പറയുന്നത്. ഇതേ സന്ദേശമാണ് ഫാദർ സ്റ്റെഫാനോ ഗോപിക്ക് മാതാവ് നൽകിയ മെസ്സേജിലും പറയണത്. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുൻപുള്ള 1, 2, 3, 4, 5 5 അടയാളങ്ങളിൽ, യേശു രണ്ടാമത് വരുന്നതിന് മുൻപുള്ള 5 അടയാളങ്ങളിൽ 4ാമത്തെ അടയാളമാണ് ഒരു ഇൻവാലിഡ് മാസ് വരും എന്നുള്ളത്. ഇത് ഫാദർ റിപ്പർഗർ, പ്രശസ്തനായിട്ടുള്ള എക്സോസിസ്റ്റ് ഫാദർ റിപ്പർഗറും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വ്യാജ മിസാൽ ഓൾറെഡി പണിപ്പുരയിലാണ് എന്ന് പറഞ്ഞിട്ട്. ഒരു പക്ഷേ കോൺസെക്രേഷൻ വേർഡ്സ് ചേഞ്ച് ആയിട്ടുള്ളതായിരിക്കാം.
ഇത് എൻ്റെ അഭിപ്രായമല്ല, ഈ പറയുന്ന പ്രൈവറ്റ് റെവലേഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് ബിഷപ്പിൻ്റെ അപ്രൂവലുള്ള പ്രൈവറ്റ് റെവലേഷൻ മെസ്സേജസ് ആണ്. അപ്പോൾ ആ സമയത്ത് കുർബാന അർപ്പിക്കപ്പെടാൻ പറ്റാത്ത അവസ്ഥകളിൽ രഹസ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്ത് നമ്മൾ വൈദികരെ കണ്ടെത്തണം. ഇങ്ങനെയുള്ള വൈദികർ ഉണ്ടാവും. അപ്പോഴും വാലിഡ് ആയിട്ടുള്ള സാക്രമെൻറ്റ്സ് അർപ്പിക്കുന്ന വൈദികരെ കണ്ടെത്തണം. കാറ്റകോംസിൽ, ഭൂഗർഭാലയങ്ങളിൽ ഇങ്ങനെ രഹസ്യമായിട്ട് കുർബാന അർപ്പിക്കേണ്ടി വരും. അങ്ങനെ പരിശുദ്ധ കുർബാന ജീവിച്ച്, അതാണ് ഈശോ പറയേണ്ടത്, കർത്താവ് പറയുന്നത് 1335 ദിവസം പിടിച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ എന്ന്. 1290 ദിവസത്തേക്ക് നിരന്തര ദഹനബലി നിർത്തലാക്കപ്പെടുന്നു. 1335 ദിവസത്തേക്ക്, അതായത് പരിശുദ്ധ കുർബാന നിർത്തലാക്കപ്പെടുന്നതും 1335 ദിവസവും നമ്മൾ 45 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. ഈ 45 ദിവസത്തെ ഗ്യാപ്പ് എന്തിനാണെന്നും കരുണയുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ 45 ദിവസത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിന് പിന്നാലെ പോയ ആളുകൾക്ക് മാനസാന്തരപ്പെടാനുള്ള അവസാനത്തെ 45 ദിവസമാണെന്ന് പറയുന്നത്. ഈ 45ാമത്തെ ദിവസം ലോകം അവസാനിക്കും, യുഗാന്ത്യമായിരിക്കുമെന്ന് അനുമാനിക്കുന്നു. കാരണം 45 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എന്ത് സംഭവിക്കുന്നു ഈശോ പറയുന്നില്ല. അപ്പോൾ സ്പിരിച്വലി നമ്മൾ ഒരുങ്ങേണ്ടത് സാക്രമെൻറ്റ്സ് സ്വീകരിച്ചിട്ടാണ് സ്പിരിച്വലി ഒരുങ്ങേണ്ടത്. ഫിസിക്കലി ഞാൻ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുക്കി വെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണ്. നിങ്ങൾ ഏത് രാജ്യത്ത് നിൽക്കുന്നു എന്നുള്ളത് ഇത് ഒരു എന്താ പറയുക, ഒരു പ്രാധാന്യമേ അല്ല. എനിക്കറിയുന്നൊരു വ്യക്തി, അദ്ദേഹം ഒരു പർട്ടിക്കുലർ രാജ്യത്തുണ്ട്, വിദേശത്താണ്, മലയാളിയാണ്, പക്ഷേ വിദേശത്താണ്. അദ്ദേഹം ഇത് അറിഞ്ഞപ്പോൾ മുതൽ വർഷങ്ങളായിട്ട് അദ്ദേഹം വില്ലേജിലോട്ട് മാറി, സിറ്റിയിൽ നിന്നും ഗ്രാമത്തിലോട്ട് മാറി, അവിടെ യുഗാന്ത്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത്, സ്വന്തമായിട്ട് കൃഷി ചെയ്ത്, കിണറൊക്കെ കുഴിച്ച്, ഭക്ഷണമൊക്കെ സ്റ്റോർ ചെയ്ത് അദ്ദേഹം ജീവിക്കുകയാണ്. അപ്പം നിങ്ങൾ കേരളത്തിലായാലും നിങ്ങൾ കാനഡയിലായാലും നിങ്ങൾ എവിടെയാണെങ്കിലും ഇതെല്ലാം നമ്മളെല്ലാവരും ഒരുപോലെ തന്നെ നമ്മൾ സഹിക്കേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ ഉള്ളൊരു ആശ്വാസം, സമാന ചിന്താഗതി ഉള്ളവരെല്ലാം നമ്മുടെ കൂടെ ഒന്നിച്ചുണ്ടാവും എന്നുള്ള ഒരു ആശ്വാസം മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ സാക്രമെൻറ്റ്സ്, പരിശുദ്ധ കുർബാനയും കുമ്പസാരവും കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള വൈദികരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അന്ന് ഈ വൈദികർക്കെല്ലാം ഭയങ്കര പെർസിക്യൂഷൻസ് ആയിരിക്കും, ഭയങ്കര പീഡനമായിരിക്കും. വളരെ വ്യക്തമായിട്ട് കരുണയുടെ അവസാന മണിക്കൂർ പുസ്തകത്തിൽ ഇത് പറയുന്നുണ്ട്. അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന വൈദികർക്ക് വേണ്ടി സ്വർഗം ഇപ്പോഴേ കണ്ണുനീര് പൊഴിക്കുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈശോയും മാതാവും നൽകിയിട്ടുള്ള മെസ്സേജസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഡിജിറ്റൽ ID പോകുന്നത് 666 RFID ചിപ്പിലേക്കാണ് എന്ന് തോന്നുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ, ഗ്രാസിയ പ്ലേന, ഡോമിനസ് തേക്കും, ബെനഡിക്താത്തുൻ മുളിയേരിബൂസ് എറ്റ് ബെനഡിക്റ്റൂസ് ഫ്രുക്തൂസ് വെൻട്രീസ് തു യേസുസ്, സാങ്താ മരിയ മാതർ ദി, ഓരാ പ്രോ നോബിസ്, പെക്കാത്തോരിബൂസ്, നുങ്കേത്തിനോര, മോർത്തിസ് നോസ്ത്രേ, ആമേൻ, വിവാ ക്രിസ്റ്റോറെ.